ലഹരിയുടെ മായികലോകം എന്ന പരമ്പരയിലെ മറ്റൊരു അധ്യായം. മയക്കുമരുന്ന് ഉപയോഗം തടഞ്ഞാൽ കൊലപാതകമോ? കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച ചില ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കേസുകൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവം, പൊതുസ്ഥലത്ത് മയക്കുമരുന്ന് ഉപയോഗം എതിർത്തതിന് 2025 മെയ് 20 ചൊവ്വാഴ്ച കൊല്ലം ജില്ലയിലെ ചിതറയിൽ 29 വയസ്സുള്ള സുജിൻ 5-അംഗ സംഘത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. പൊതുവെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ കൊലപാതകങ്ങൾ നടത്തുന്നതായി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപയോഗം എതിർത്തതിന് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സുജിന്റെ ദാരുണമായ കൊലപാതകം നടന്നത്. മടത്തറ സ്വദേശിയും ലോക്കൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുമായി 29 വയസ്സ് മാത്രം പ്രായമുള്ള സുജിൻ എന്ന ചെറുപ്പക്കാരനെ രാത്രി 11 മണിയോടുകൂടി സുഹൃത്ത് നന്ദുവിനോടൊപ്പം ബൈക്കിൽ ക്യാരം ബോർഡ് കളിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങവെയാണ് 5-അംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമിച്ചവർ 29 വയസ്സുള്ള വിവേക്, 32 വയസ്സുള്ള ലാലു, 18 വയസ്സ് മാത്രം പ്രായമുള്ള മഹി, 23 വയസ്സുള്ള സൂരജിത്ത്, 21 വയസ്സുള്ള വിജയ് എന്നിവരാണ്. സൂരജിന്റെ വയറ്റിൽ മാരകമായ കുത്തേറ്റു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അനന്തുവിന് നട്ടലിനും പരിക്കേറ്റു. ഇരുവരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അനന്തുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട്. പ്രദേശവാസികളായ ഈ 5 ചെറുപ്പക്കാരെയും പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ, ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികത്തിന് വേണ്ടിയുള്ള അക്രമങ്ങൾ മുതലായവയിൽ നിന്ന് വളരെ വേറിട്ട് നിൽക്കുന്ന ഈ സംഭവം. പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ചതും പോരാ, അത് വിലക്കിയവരെ വരെ കൊന്നുകളഞ്ഞ പ്രഖ്യാപനം. ഞങ്ങൾ ഇനി ഉപയോഗിക്കും, പൊതുസ്ഥലത്തും ആരാധനാലയങ്ങൾക്ക് സമീപവും ഉപയോഗിക്കും, തടയാൻ വന്നാൽ കൊന്നുകളയും എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനം. ഈ കൊലവിളി പ്രഖ്യാപനമാണ് നമ്മൾ ഭയക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം കേരള സർക്കാരും പോലീസും പൊതുജനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു നാൾ ഇതിന് അറുതി വരും. മയക്കുമരുന്നിനെ പാടെ തള്ളിക്കളയുന്ന ഒരു പുതിയ തലമുറ ഉയർന്നു വരും. ആ നാൾ ഉടനെ ആകട്ടെ എന്ന പ്രതീക്ഷയോടെ സുജിന്റെ കൊലപാതകികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കട്ടെ എന്നും പ്രത്യാശകൊണ്ട് വീണ്ടും കാണാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.